നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു പുലാവാണ്. ചിക്കൻ പുലാവ്, യഖ്നി ചിക്കൻ പുലാവ്, അല്ലെങ്കിൽ ഇതിനെ വെളുത്ത പുലാവ് എന്നും പറയും. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇത് നമുക്ക് ചിക്കൻ കൊണ്ടും മട്ടൺ കൊണ്ടും ബീഫ് കൊണ്ടും വെജിറ്റബിൾ കൊണ്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് ഞാനിവിടെ ചിക്കൻ യഖ്നി പുലാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. യഖ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ നമ്മൾ ഹോൾ മസാലകളിട്ട് വേവിക്കും. എന്നിട്ട് അതിൻ്റെ സ്റ്റോക്ക് എടുത്ത് ആ സ്റ്റോക്കിൽ തൈരും കൂടെ ചേർത്ത് റൈസ് വേവിച്ചെടുക്കും. അതിനാണ് യഖ്നി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് മെസ്സേജായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ സാധനങ്ങളാണ് യഖ്നി ചിക്കൻ പുലാവ് ഉണ്ടാക്കാനായിട്ട് വേണ്ടതെന്ന്. നമുക്ക് ആദ്യമായിട്ട് ഈ സവാളയൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക് നടുവേ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി, മുറിക്കണ്ട, ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ അരി ഒന്ന് കുതുക്കാനായിട്ട് വെക്കണം. അതിനായിട്ട് 3-4 പ്രാവശ്യം അരി നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളം കളഞ്ഞ് നല്ല വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ വയ്ക്കണം. ഞാനിപ്പോൾ ഇവിടെ ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. നഖക്കെ വെള്ളം ഒഴിച്ച് വേണം കുതുക്കാൻ വെക്കാൻ. ഇനി നമുക്കൊരു വലിയ പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം. നമുക്കതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ പാത്രത്തിൽ തന്നെ ചോറും കൂടെ ഉണ്ടാക്കാം. അത് കാരണം വലിയ പാത്രം തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഒത്തിരി പാത്രം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ മസാലകളും ഇട്ട് കൊടുക്കുക. പെരുംജീരകവും ജീരകവും മല്ലിയും നമ്മുടെ കറുവാപ്പട്ട, ഗ്രാമ്പു, ജാതിപത്രി, ജാതിക്ക, അങ്ങനെ നമ്മൾ നേരത്തെ നമ്മുടെ ലിസ്റ്റുള്ള എല്ലാ കംപ്ലീറ്റ് മസാലകളും, ആ കൂടെ ഒരു സവോള മുറിച്ചതും അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് അരി വേവിക്കാൻ ആവശ്യമുള്ള അത്രയും വെള്ളം ചേർക്കണം. അപ്പം ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 4.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ചോറിന് വേണ്ടി പിന്നെ ആവശ്യമുണ്ട് പിന്നെ ചേർക്കാവുന്നതാണ്. ഇപ്പം ഇതിനകത്തേക്ക് 4.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് നമുക്ക് ഇത് നന്നായിട്ട് തിളപ്പിക്കണം. മുഴുവൻ വേവിക്കേണ്ട, ഒരു 1/4 വേവായാൽ മതി ചിക്കൻ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഒരടപ്പ് കൊണ്ട് മൂടി അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 7 മിനിറ്റ് ഇത് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് ഒരു പകുതി വേവായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് ഇതിനകത്ത് നിന്ന് ചിക്കൻ കഷ്ണങ്ങൾ മാത്രം നമുക്ക് മാറ്റിയെടുക്കണം. വേറൊരു പാത്രത്തിലേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ നമുക്ക് പെരട്ടി മാറ്റാം. മസാല അധികം എടുക്കരുത്. 1-2 മസാലയൊക്കെ ഇരുന്നാലും കുഴപ്പമില്ല, പക്ഷെ മസാല ഇല്ലാതെ എടുക്കണം. ചിക്കൻ എല്ലാം കൂടെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്, ഇതിനകത്ത് ഈ വെള്ളം, ഈ ചിക്കൻ വേവിച്ച ഈ വെള്ളം നമുക്ക് അരിച്ചെടുക്കണം. ഈ അരിച്ചെടുക്കുന്ന ഈ വെള്ളത്തിനാണ് യഖ്നി എന്ന് പറയുന്നത്. ഇതിനൊരു നല്ല സ്മെല്ലും നല്ലൊരു സ്മെല്ലാണ് നമ്മൾ അരിക്കുമ്പോഴത്തേക്കും. സ്മെല്ലെന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു സ്മെല്ല് വരും. ഈ മസാല എല്ലാം കൂടെ ആ വെള്ളത്തിലേക്ക് ഇൻഫ്യൂസ് ആയിട്ടുള്ള ആ സ്മെല്ല് നല്ലൊരു ഇതാണ്. അതാണ് ആ ചോറിന് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ചോറിന് വരുന്നത് ആ സ്മെല്ലാണ്. അപ്പോൾ ഈ അരിച്ചെടുത്ത ഈ ലിക്വിഡിനാണ് യഖ്നി എന്ന് പറയുന്നത്. നമുക്കൊരു സ്പൂണിൻ്റെ സഹായത്തോടെ നമുക്ക് ആ മസാല എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് അതിനകത്ത് പോരാവുന്ന അത്രയും മാക്സിമം നമുക്ക് ആ ജ്യൂസ് ഇങ്ങോട്ട് എടുക്കാം. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. യഖ്നി അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് റൈസ് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. കുതുക്കാൻ വെച്ചിരുന്ന അരി എടുത്ത് ഒരു അരിപ്പയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് അതിനകത്ത് വെള്ളം മുഴുവൻ കളയാനായിട്ട് വയ്ക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ ഉണ്ടാക്കിയ ആ പാത്രം തന്നെ ഗ്യാസിലേക്ക് വെച്ചിട്ട് നമുക്ക് അല്പം ഗീ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് അല്പം മസാല, ഒരു ചെറിയ ബേ ലീഫും കറുവാപ്പട്ടയും 2 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരുന്ന സവോള അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. സവോള നമുക്ക് അധികം മൂപ്പിക്കണ്ട. ഒരു സ്ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ചിക്കൻ അങ്ങോട്ട് ചേർക്കാം. ചിക്കൻ പീസ്
എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്യണം. സവോളയും ചിക്കനും എല്ലാം കൂടെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ പച്ചമുളക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോടെ ചേർത്ത് എല്ലാം കൂടെ കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് പുളിക്ക് വേണ്ടി നമ്മൾ തൈര് മാത്രമേ ചേർക്കുള്ളൂ. അല്ലെങ്കിൽ ഈ പുലാവിൻ്റെ കളറ് തക്കാളിക്കൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് കളറ് മാറിപ്പോകും. ആക്ച്വലി യഖ്നി പുലാവ് അല്ലെങ്കിൽ വൈറ്റ് പുലാവ് എന്നതിന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് തൈര് ചേർത്തുണ്ടാക്കുന്നത്. തൈര് ചേർത്ത് എല്ലാം കൂടെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് ഇത് വേവിക്കണം. അന്നേരം ആ തൈരിനകത്ത് വെള്ളം എല്ലാം ഇറങ്ങി അതിനകത്തോട്ടെല്ലാം നന്നായിട്ട് പിടിക്കും. ചിക്കനിലേക്ക് അതിൻ്റെ പുളിയെല്ലാം നന്നായിട്ട് പിടിക്കും. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അവിടെ ഇരിക്കട്ടെ, മൂടി വെച്ചേക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കാം. തുറന്ന് നോക്കി ഇച്ചിരി വെള്ളമൊക്കെ അതിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം അവിടെ ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ യഖ്നി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പം 3.5 കപ്പേ ഉള്ളൂ. അപ്പം നമുക്ക് ഇനി 1 കപ്പും കൂടെ വേണം. 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക. അതായത് 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളമാണ് നമുക്ക് ആവശ്യം. എങ്കിലേ ഉള്ള അരി ശരിക്കും വേഗമുള്ളൂ. അപ്പം ഇനി 1 കപ്പ് വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അരി അങ്ങോട്ട് ഇടാം. അരിയിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇത് മൂടി വെച്ച് വേവിക്കാം. അരി തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് 10 മിനിറ്റ് വേവിക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, ചോറൊക്കെ നല്ല വേറിട്ടാണ് നിൽക്കുന്നത്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 5-10 മിനിറ്റ് മൂടി മാറ്റി വെക്കാം. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് എന്നിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ യഖ്നി പുലാവ്, വളരെ സ്വാദിഷ്ടമായ യഖ്നി പുലാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി പുലാവിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു ടൊമാറ്റോ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒരു തക്കാളിക്കായും ഇച്ചിരി സവാളയും ഒരു 3-4 അല്ലി വെളുത്തുള്ളി 4 പച്ചമുളകും അല്പം മല്ലിയിലയും എല്ലാം കൂടി ഒരു മിക്സിക്കകത്തോട്ട് ഇടുക. ഇനി അതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരും പിന്നെ അല്പം ഒലിവ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. ഉപ്പും ഇട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം. ഒരു 30 സെക്കൻഡ് മിക്സി ഒന്ന് ജസ്റ്റ് കറക്കിയാൽ മതി, ഒത്തിരി അരഞ്ഞു പോകരുത്. അങ്ങനെ നമ്മുടെ രുചികരമായ ടൊമാറ്റോ ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പം നമ്മുടെ യഖ്നി പുലാവും അതിൻ്റെ അക്കമ്പനിമെൻ്റായിട്ട് ടൊമാറ്റോ ചട്നിയും തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. എന്നെ എന്നിട്ട് കമൻറ്റ്സൊക്കെ അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.